പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അധികം കറുത്തുപോയ 2 ഏത്തപ്പഴം എനിക്കിവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ടൊരു അടയുണ്ടാക്കാം. അതിന് ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, തേങ്ങ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ പഞ്ചസാര ചേർത്ത് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്, ശർക്കര പാവ് കാച്ചി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് ചെറുതായിട്ട് അരിയാം. അധികം പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് ശർക്കര നന്നായിട്ട് മധുരം കാണും, അപ്പൊ കുറച്ച് ശർക്കര ചേർത്താൽ മതി. ചിലർ ഗോതമ്പൊടി ഇട്ടുണ്ടാക്കും, റാഗിയുടെ പൊടിയൊക്കെ ഇട്ടുണ്ടാക്കും. ഞാൻ ഇന്ന് അരിപ്പൊടി ഇട്ടാണ് ഇതുണ്ടാക്കുന്നത്. പാൻ വെച്ചു, സ്റ്റൗ ഓൺ ചെയ്തു. ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇത്രയും വരട്ടിയാൽ മതി. ചൂടാറിയിട്ട് നമുക്കിത് അരച്ചെടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് തേങ്ങാക്കൊത്തും കൂടി വറുത്തെടുക്കാം. ഇത് ഓപ്ഷനിലാണ്, തേങ്ങ ചിരണ്ടി ഇടുന്നുണ്ട്, വറുത്ത് വിടണം നിർബന്ധമില്ല. നല്ല ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വറുത്തും കൂടെ ഇടാം. ഞാൻ ഇതിനകത്ത് ഇത്തിരി ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് അരയ്ക്കുവാണ്. വെള്ളം ഒഴിക്കരുത്. ഏത്തപ്പഴം അരച്ചെടുത്തു, അതിനകത്തേക്ക് നമുക്ക് തേങ്ങ ചിരണ്ടിയത് ചേർക്കാം. ഇത് ഞാൻ ഒരു കപ്പ് തേങ്ങയുണ്ട്. ഇത് തേങ്ങ വറുത്തത്, ഏലക്കായും ജീരകവും പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്. ഇത് 1/2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്നത്. ഇത് ചെറിയൊരു ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ശർക്കരപ്പാനി മുഴുവൻ ചേർത്തിട്ട് അരിപ്പൊടി നമ്മുടെ ഇത് നോക്കി കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചേർത്താൽ മതി. 1/2 കപ്പാണേലും. ഞാനിത് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഈ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഇളക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഇലക്കകത്ത് പരത്തിയെടുക്കാം. വാട്ടിയ വാഴയിലയാണിത്. ഇതിനകത്തേക്ക് നമുക്ക് ഇത് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയിട്ട് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വയ്ക്കാം. ഇലയെല്ലാം പരത്തി റെഡിയാക്കി. ഇനി ഇഡ്ഡലി പാത്രത്തിന്റെ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്കിതിനകത്തേക്ക് വയ്ക്കാം. ഇത് വേവട്ടെ. 25 മിനിറ്റായി. അട വെന്തോന്ന് നോക്കാം. അടയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള അടയാണ്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം.